നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കുറയുമെന്ന പ്രതീക്ഷകൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ പുതിയ സംഭവ വികാസങ്ങൾ കാര്യങ്ങളെ വീണ്ടും സങ്കീർണമാക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന പദ്ധതിയെ തള്ളിക്കളഞ്ഞ് ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പ്രൊജക്ട് ഡെഡ്ലോക്ക് ആണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പരിഹസിച്ചു. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഈ ഘട്ടത്തിൽ സൈനിക ഇടപെടലുകൾ സ്ഥിതി വഷളാക്കുമെന്നും അരാക്ചി ചൂണ്ടിക്കാട്ടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രൊജക്ട് ഫ്രീഡം പദ്ധതിയെ ഇറാൻ തുറന്നടിച്ച് തള്ളിക്കളഞ്ഞത് ഈ പ്രതിസന്ധി എത്രത്തോളം കടുത്ത നിലയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ തെളിവാവുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്നെ ഈ പദ്ധതിയെ പ്രൊജക്ട് ഡെഡ്ലോക്ക് എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ പരിഹസിച്ചത് ഇരുവശങ്ങളുടെയും നിലപാട് കൂടുതൽ കടുപ്പിച്ചതായി വ്യക്തമായി. ഇവിടെ പ്രശ്നം വെറുമൊരു പദ്ധതിയെക്കുറിച്ചുള്ള വാദപ്രതിവാദമല്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമോസ് കടലിടുക്ക് ഇപ്പോൾ ഒരു തന്ത്രപരമായ സമ്മർദ്ദ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ കണക്കുകൂട്ടൽ വളരെ ലളിതമാണ്. കടൽപാത തുറന്നു വെക്കണം, അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെടരുത്. എന്നാൽ ഇറാന്റെ വാദം അതിനേക്കാൾ വ്യത്യസ്തമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ഈ പദ്ധതി സുരക്ഷയുടെ പേരിൽ നടക്കുന്ന ഒരു സൈനിക ഇടപെടലാണ്. ഇതോടൊപ്പം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന കാര്യവും ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് അവസ്ഥയെ കൂടുതൽ വഷളാക്കുമെന്നാണ് അവരുടെ നിലപാട്. ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് വിശ്വാസം തകർക്കുന്ന ഒരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ചോദ്യം, ഇനി യുദ്ധത്തിന്റെ ദിശ എന്തായിരിക്കും? ഇറാൻ എടുത്തിരിക്കുന്ന കടുത്ത നിലപാട് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. അവർ ഇനി പിന്മാറാൻ തയ്യാറല്ല. ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും ഏറ്റുവാങ്ങിയിട്ടും നിലപാട് മാറ്റാതെ മുന്നോട്ട് പോകുന്ന ഇറാൻ ഈ തവണ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് പ്രതികരിക്കുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. ഇതൊരു പ്രതിരോധ തന്ത്രം മാത്രമല്ല, മറിച്ച് ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന രാഷ്ട്രീയ ഭീഷണി കൂടിയാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സ്ഥിതി അത്ര എളുപ്പമല്ല. പ്രൊജക്ട് ഫ്രീഡം പോലുള്ള നീക്കങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ഭാഗത്ത് ശക്തി പ്രകടനമായിരിക്കാം. പക്ഷേ അതേസമയം അത് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ നേടേണ്ടതും ആവശ്യമാണ്. അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാവുകയാണ്. ചില രാജ്യങ്ങൾ ഈ നീക്കത്തെ പിന്തുണച്ചേക്കാം, എന്നാൽ മറ്റു ചിലർ അത് അനാവശ്യമായ സൈനിക ഇടപെടലായി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന സമ്മർദ്ദം വ്യക്തമായി കാണുന്നത്. ഒരു വശത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം, മറുവശത്ത് യുദ്ധം കൂടുതൽ വ്യാപിക്കരുതെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം. ഈ രണ്ടിനും ഇടയ്ക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കങ്ങൾ കുടുങ്ങിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ 3 വഴികളാണ് പ്രധാനമായും കാണുന്നത്. ഒന്നാമത്, സമാധാന ചർച്ചകൾ വിജയിച്ച് ഒരു ധാരണയിലെത്തുക. രണ്ടാമത്, സൈനിക സമ്മർദ്ദം കൂട്ടുകയും ചെറിയ ഏറ്റുമുട്ടലുകൾ വലിയ സംഘർഷത്തിലേക്ക് നീക്കുകയും ചെയ്യുക. ഇനി മൂന്നാമത്തേത്, ഇപ്പോൾ കാണുന്ന പോലെ ഡെഡ്ലോക്ക് നില തുടരുക. ഇവയിൽ ഏറ്റവും അപകടകരമായത് രണ്ടാമത്തെ വഴിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു ചെറിയ തെറ്റായ നീക്കം പോലും വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുന്ന അതിസങ്കീർണമായ ഘട്ടമാണത്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് തകർത്ത് തരിപ്പണമാക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യുദ്ധം ഇനി വെറും ആയുധങ്ങളുടെ ഏറ്റുമുട്ടൽ അല്ല എന്നുള്ളതാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷം മാത്രം ശക്തമാകുന്നതിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇറാന്റെ കടുത്ത നിലപാട്, അമേരിക്കയുടെ തന്ത്രപരമായ നീക്കങ്ങൾ, ട്രംപിന് മേൽ ഉയരുന്ന സമ്മർദ്ദം ഇവയെല്ലാം ചേർന്നപ്പോൾ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നതെന്നത് വ്യക്തമാണ്. ഇനി എന്ത് സംഭവിക്കും എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രതിസന്ധി എളുപ്പത്തിൽ അവസാനിക്കില്ല. അത് സമാധാനത്തിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ വലിയ സംഘർഷത്തിലേക്കോ ആണോ പോകുന്നത് എന്നത് അടുത്ത കുറച്ച് നീക്കങ്ങൾ തന്നെയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്.